ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫുഡ് ആൻഡ് ബ്യൂട്ടി. നമ്മൾ സാധാരണയായിട്ട് ഓറഞ്ച് വാങ്ങും, എന്നിട്ട് ഓറഞ്ച് കഴിക്കുകയും ചെയ്യും. പുറത്തുള്ള ആ പീൽ എന്ത് ചെയ്യും? എറിഞ്ഞു കളയും. എന്നാൽ ഈ പീലിൻ്റെ അകത്ത് ഒത്തിരി അധികം ഗുണങ്ങളുള്ളതാണ്. ബ്യൂട്ടി പ്രോഡക്ട്സിൽ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓറഞ്ച് പീൽ പൗഡർ ഈ ഒരു പീൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ നമ്മളത് ആ കാര്യങ്ങൾ മറന്നു പോകും. എന്നിട്ട് ഫേസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ഈ പൗഡർ അന്വേഷിച്ച് നടന്ന് ഇരട്ടി പൈസയും കൊടുത്തിട്ട് വാങ്ങും. സാധാരണയായിട്ട് നമ്മൾ വാങ്ങുന്ന ആ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കി സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ സ്കിൻ ടോൺ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓറഞ്ച് പീൽ പൗഡർ ഹെൽപ്പ് ചെയ്യും. അൺക്ലോഗ് സ്കിൻ പോർസ്, അതുപോലെ തന്നെ പിമ്പിൾസ്, ആക്നി മാർക്സ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കാർസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് ഫേസ് ഒന്ന് ടോൺ ചെയ്യാനായിട്ട്. അങ്ങനെ ഇൻഫ്ലമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഒക്കെ നമുക്ക് ഈ ഓറഞ്ച് പീൽ പൗഡർ യൂസ് ചെയ്യാം. എല്ലാത്തരം ഫേസ് മാസ്കുകൾ ഉണ്ടാക്കുമ്പോഴും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് പീൽസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് ഉണങ്ങേണ്ട രീതിയിലുള്ള ഓറഞ്ച് പീൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇതൊരു 2 ദിവസം കൊണ്ടിട്ട് വന്നിട്ടുള്ള പീൽസാണ്. അതായത് 2 ദിവസം ജ്യൂസ് അടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള പീൽസ് ഞാൻ അന്നത്തെ ദിവസം തന്നെ, ഇപ്പം ഇന്ന് ജ്യൂസ് അടിക്കുവാണെങ്കിൽ ആ പീൽ എടുത്ത് വെച്ചിട്ട് ഞാൻ ഓവനിൽ വെച്ചിട്ട് 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്ന് ചൂടാക്കും. അപ്പം നല്ലപോലെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പം അതുപോലെ ഞാൻ എപ്പോഴും എടുത്ത് വെക്കുകയോ ചെയ്യാറ്. അല്ലാതെ ഈ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഓറഞ്ച് വാങ്ങി അതിൻ്റെ പീലെടുക്കുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്താൽ മതി. ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സമയത്ത് ആ പീലെടുക്കുക. ഓവനില്ലെങ്കിൽ നമുക്ക് അടുപ്പിൻ്റെ അടുത്ത് വച്ചാൽ മതി. സാധാരണ അടുപ്പൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പുകയില്ലാത്ത അടുപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അത് ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് പുറത്ത് വെച്ച് ഉണക്കിയെടുക്കാനും പറ്റും. ഇത് രണ്ടുമില്ല തണുപ്പുള്ള സമയമാണെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഓറഞ്ച് പൗഡറാക്കി മാറ്റാനായിട്ട് പറ്റും. ഓറഞ്ച് പീൽ പൗഡറാക്കാൻ പറ്റും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അടിച്ച ജ്യൂസിൻ്റെയാണ് ഒരു പീല്. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മൈക്രോവേവ് 2 മിനിറ്റ്സ് ആക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കഴിഞ്ഞു. ക്യാൻസൽ ചെയ്ത് ഞാനിപ്പോൾ എടുക്കുവാണ്. എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ചൂടാണ് കേട്ടോ. സൂക്ഷിച്ചൊക്കെ എടുക്കാം. നല്ല പോലെ ഇത് ഡ്രൈ ആയിട്ട്, ഒട്ടും വെള്ളമയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല പോലെ ഡ്രൈ ആയിട്ട്, ഇത് അതിൻ്റെ പുറംഭാഗം കണ്ടോ, ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറ് എടുക്കുമ്പോൾ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്ന ജാർ എടുക്കുക. എൻ്റെ ഇപ്പോൾ മിക്സിയിൽ 2 ജാറുണ്ട് ഗ്രൈൻഡ് ചെയ്യാൻ. ഒരു ചെറുതും പിന്നെ കുറച്ചും കൂടി വലുതായിട്ടുള്ളതും പൊടിച്ചെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടുള്ളപ്പോൾ ഒരിക്കലും അടിച്ചെടുക്കരുത്. ചൂടാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ കാണുമ്പോൾ തരിതരി ഉണ്ടെങ്കിലും അതിങ്ങനെ കൈ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പഞ്ഞി പോലെയാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്. എന്നാലും നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടിട്ട് നമുക്കിത് വേണമെങ്കിലൊന്ന് അരിച്ചെടുക്കാം. ചായയൊക്കെ അരിക്കുന്ന അരിപ്പയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഗ്രാനൂൾസ് എല്ലാം ഒന്ന് അരിച്ച് മാറ്റാം. സോഫ്റ്റ് ആയിട്ടുള്ള പൗഡർ മാത്രം മതി കേട്ടോ നമുക്ക്. പിന്നെ ഈ ഒരു പൗഡറിൻ്റെ കളറ് ചെറുതായിട്ട് ഒരു ഓറഞ്ച് കളർ വരുന്നുള്ളൂ. കുറച്ച് വൈറ്റ് പോലെയുള്ളൊരു ഭാഗമുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. ഓറഞ്ച് പീലിൻ്റെ ഉള്ളിലൊരു വെള്ള കളറല്ലേ ഇരിക്കുക, അതുകൂടി ഇടുന്നത് കൊണ്ടിട്ടാണ്. ഇത് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന കറക്റ്റ് ഒരു ഓറഞ്ച് കളറുള്ള പൗഡർ വേണമെങ്കിൽ ആ ഓറഞ്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു പീലർ വെച്ചിട്ട്
ഓറഞ്ച് കളറുള്ള ഭാഗം മാത്രം പീൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേ പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഓറഞ്ച് കളറുള്ള പൗഡർ കിട്ടും. അപ്പം ഇതായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ഗുണങ്ങളുള്ളത് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കളയുന്ന വേസ്റ്റ് ആയിട്ടുള്ള ആ പീൽസിൽ നിന്ന് ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനാണെങ്കിൽ ഇഷ്ടം പോലെ ഗുണങ്ങളാണ് ഉള്ളത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം.